വെരി ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടിൽ ഗോഡ് ഹൽവയാണിത്. ചുരക്ക ഹൽവ, ലൗക്കി ഹൽവ എന്നിങ്ങനെ പല പേരിലും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഈ ഹൽവ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതല്ല, സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്നതാണ്. ഈ ഷേപ്പിലെടുത്തു എന്നേ ഉള്ളൂ. കാരറ്റ് ഹൽവയുടെ ഒരു ചേട്ടൻ. രുചിയുടെ കാര്യത്തിൽ നമ്പർ 1 തന്നെയാണിത്. ഈ ലൗക്കി കൊണ്ട് നമുക്ക് ലഡു ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ലഡുവാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇട്ട് തരാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണ് ഇന്നത്തെ റെസിപ്പി. ഇൻഗ്രീഡിയൻസും ചെയ്യേണ്ട വിധവും പറയാം. 850 ഗ്രാം വെയിറ്റുള്ള ഒരു ചുരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അതുകൊണ്ട് മിൽക്ക് കുറച്ചേ എടുത്തുള്ളൂ. അല്ലെങ്കിൽ 1 കപ്പ്, ഷുഗറാണ് ചേർക്കുന്നതെങ്കിൽ 1 കപ്പ് വേണം. ഇത് 1/2 കപ്പ് എടുത്തുള്ളൂ. ഈ ഹൽവയ്ക്ക് വേണ്ടി ഒരു ലൈറ്റ് ഗ്രീൻ കൊടുക്കണം. അതിനുവേണ്ടി ആർട്ടിഫിഷ്യൽ കളർ കൊടുക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഒരു നാച്ചുറൽ കളറാണ് കൊടുക്കുന്നത്. എന്താണെന്ന് പറയാം. 1 ടീസ്പൂൺ ഉണക്കി പൊടിച്ച മുരിങ്ങയിലയാണ് ഞാൻ ചേർക്കുന്നത്. അത് കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞ ശേഷം ചെറിയൊരു ഇളം കളർ കിട്ടും. ശേഷം മിൽക്ക് അരിച്ച് മാറ്റിയെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു 400 മില്ലിയുടെ ബോട്ടിലാണ് വാങ്ങിച്ചത്. ഹാഫ് ബോട്ടിലേ വേണ്ടി വരൂ. 4 ടേബിൾ സ്പൂണോളം ഗീ വേണം. ഒരു 1 ടീസ്പൂൺ എസൻസും വേണം. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ നമുക്ക് ഏലക്കാപ്പൊടി ഇട്ടാലും മതി. ചുരക്ക അതിൻ്റെ സ്കിന്നും സീഡ്സും എല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് ക്രഷ് ചെയ്തെടുക്കണം, പൊടിച്ചെടുക്കണം. ക്രഷറിലിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സ്ക്രാപ്പർ വെച്ച് ഇങ്ങനെ ചുരണ്ടി എടുക്കണം. ഒന്നുകൂടി ക്രഷ് ചെയ്യണം. എല്ലാം ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ക്രഷറിലാകുമ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ഒരു 800-850 ഗ്രാം ചുരക്കയുടെ ഫ്ലഷ് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുരുവായിട്ടും സ്കിന്നായിട്ടും അങ്ങ് പോവും. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഷുഗർ ഏതാണ്ട് സ്റ്റാൻഡേർഡ് 1 കപ്പ് മതിയാവും. ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്നതുകൊണ്ട് ഷുഗറിൻ്റെ ആവശ്യമില്ല. ഹൽവയുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. പാനിൽ 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ്, ബദാം ഫ്ലേക്സ്, കിസ്മിസ് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഏതാണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള തോന്നുന്നത്ര എടുത്തോളൂ. കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ആൽമണ്ട് ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് കിസ്മിസും ചേർക്കാം. ഇനി കോരിയെടുത്ത് പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതേ പാനിൽ നെയ്യോടൊപ്പം ഒരു 2 ടീസ്പൂൺ കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് ഈ ചുരക്ക ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഈ മിൽക്ക് ഇതിൽ ചേർത്ത് കൊടുത്താണ്. ലൈറ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രം. ഞാനിപ്പം ഗീനാണൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. കുറച്ച് വഴറ്റിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഈ ലിഡ് വെച്ചിട്ട് അടച്ച് വെക്കാൻ പോവാണ്. ഒരു 2-3 മിനിറ്റ്. അതുവരെ ആ മിൽക്കിലൊന്ന് വേവട്ടെ. ഇതിൻ്റെയൊക്കെ എല്ലാം ക്രമീകരിക്കാനൊക്കെ ഉണ്ട്. 1 നുള്ളു ഉപ്പ് വിതറി കൊടുക്കുന്നുണ്ട്. മധുരം ചേർക്കുന്നില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. ഞാനൊരു 400 മില്ലി ഏതാണ്ട് ബോട്ടിലാണിത്. അപ്പോൾ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗർ വേണമെങ്കിലേ ചേർക്കുന്നുള്ളൂ.
ഇതിൽ നന്നായിട്ട് മധുരം പിടിച്ച് കുറുകി വരണം. കുറുകി എന്ന് സൈഡിൽ നിന്നൊക്കെ നമ്മുടെ നെയ്യ് ഇങ്ങ് വിട്ട് വരണം. നെയ്യ് കുറച്ചും കൂടി ചേർക്കാനുണ്ട്. ഇതൊന്ന് വറ്റി വരട്ടെ. നമുക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഫുൾ ടൈം കാണിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ച് കാണിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് കാണിക്കുന്നത്. നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. നല്ല ടേസ്റ്റി ഹൽവയാണിത്. നിങ്ങളെല്ലാം ചെയ്ത് നോക്കണം. ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കിസ്മിസും പിന്നെ കാഷ്യൂ നട്ട്സ്, പിസ്തയല്ല, പിന്നെ ആൽമണ്ട് പീസസ് ആണ് എല്ലാം ഇതിൽ ചേർക്കുക. ഇതിൽ കൂടെ ആ മധുരമൊക്കെ പിടിച്ച് വരാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് പകുതി ബോട്ടിൽ ഒഴിച്ചുകൊണ്ട് ഇപ്പം നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷുഗർ ചേർക്കുന്നില്ല. ഇത് മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്കിത് കണ്ടൻസ്ഡ് മിൽക്ക് വേണം നിർബന്ധമൊന്നുമില്ല. ഷുഗറിലും ചെയ്തെടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ഓയിലെല്ലാം ഗീയാണ് വിട്ട് വരണം. സൈഡിൽ നിന്ന് തെളിഞ്ഞ് വരണം. അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇനിയും കുറച്ചുകൂടെ ഗീ ചേർക്കേണ്ടതുണ്ട്. പിന്നെ എസൻസോ ഏലക്കപ്പൊടിയോ ഏത് വേണം ചേർക്കാൻ. ഞാൻ എസൻസോ ചേർക്കണം. വല്ല എസൻസ് ഒരു 1/2 ടീസ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ. എസൻസ് ഒരു ടേബിൾ സ്പൂൺ കൂടി നമ്മൾ ഗീ ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞു. ഇനി ഒന്നും ചേർക്കാനില്ല. എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റും. ഓയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. വളരെ രുചികരമായ ചുരക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത ശേഷം കാണിക്കാം. കണ്ടില്ലേ, സൈഡിലൂടെയൊക്കെ നമ്മുടെ നെയ്യ് ഉരുകി പുറത്തേക്ക് വരുന്നുണ്ട്. നെയ്യ് കൂടുതൽ വേണം, എന്തെങ്കിലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡൊന്നും നെയ്യ് വരാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടി കുറിയൻ മിൽക്കെന്നും മിൽക്ക് മെയ്ഡെന്നെല്ലാം ഉരുകി വരുമ്പോൾ അതിൻ്റെ നെയ്യ് എന്തായാലും പുറത്തേക്ക് വരും. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഹൽവ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഈ ഹൽവ സാധാരണ ഹൽവ പോലെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ഓരോ ബൗളിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കോരിക്കഴിക്കണം. ബോട്ടിൽ ഗോഡ്, ചുരക്ക, ലൗക്കി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ വെജിറ്റബിൾ വൈറ്റമിൻസിൻ്റെ കലവറ തന്നെയാണ്. വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലാതെ ഷുഗർ പേഷ്യൻസിനും ഇത് വളരെ നല്ലതാണ്. രാവിലെ ഇതിൻ്റെ ഒരു ഗ്ലാസ് ജ്യൂസ്, ഒരു പീസ് കുരുവും മറ്റേ തൊലിയും എല്ലാം കളഞ്ഞിട്ട് മിക്സി ജാറിലിട്ട് അടിക്കുക. ഒരു കഷ്ണം പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അടിച്ചിട്ട് കുടിക്കാം. ഞങ്ങൾ കുടിക്കാറുണ്ട്. അങ്ങനെ കുടിക്കാൻ രുചിക്കേടൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അല്ലാതെ ഇതിനെ കൊണ്ട് നമുക്ക് പരിപ്പരശ്ശേരി വെക്കാം, നമുക്ക് പുളിങ്കറി വെക്കാം. ഒരുപാട് ഉപയോഗമുണ്ട് ഈ സാധനത്തിന്. അപ്പം നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.